ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായ കുടിച്ചോ? ഞാനിപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ രാത്രി വന്നത് 9:30 കഴിഞ്ഞു. അപ്പോൾ 12 മണിയായിട്ടാണ് ചോറുണ്ടേ. നല്ലപോലെ കിടന്നുറങ്ങി. എനിക്ക് 3 ഡേയ്സായിട്ട് ഭയങ്കരമായിട്ട് ഹെഡേക്ക്. ഇപ്പോഴും ഹെഡേക്ക് കുറഞ്ഞില്ല. ഇതുണ്ട്, മോവൊക്കെ ഇടിമിച്ചിരിക്കുന്നുണ്ടോ നിങ്ങൾ? ഇവിടുന്ന് ഇവിടം വരെ ഭയങ്കര വേദനയാണ്. ഞാൻ പല്ല് വേദനയുടെ അല്ല, പല്ലിന് എനിക്കിവിടെ വേദനയില്ലത് എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ 3 ഡേയ്സായിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. കിടക്കണം തന്നെ ചിന്ത. ആ ചിന്തയെന്ന് പറഞ്ഞാൽ കിടക്കണം തന്നെ ഇങ്ങനെ തോന്നല. ഞാനൊന്ന് കടയിൽ പോകാൻ ഇറങ്ങിയതാട്ടോ. ചീര വാങ്ങിക്കണം. തലവേദനയായതുകൊണ്ട് വയ്യ എനിക്ക്. ഇനി ഒരു ലീവും കൂടെ ഉള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നെക്സ്റ്റ് വീക്ക് നൈറ്റാണ്. അപ്പം നൈറ്റിൻ്റെ ഒരു ദിവസം മുമ്പേ എടുക്കുവാണെങ്കിൽ എനിക്ക് നല്ലൊരു റെസ്റ്റ് എടുത്ത് നൈറ്റ് പോകാമല്ലോ എന്ന് വിചാരിച്ചാൽ എടുക്കാത്തില്ലെങ്കിൽ എനിക്കിന്ന് എടുക്കാമായിരുന്നു. നല്ല വേദനയാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അത് ഇന്നലെ എന്ന് പറയുമ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മൺഡേ ആയിരിക്കും. അപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഫ്രൈഡേ ആണ്. ഞാനത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പ്രൈവറ്റ് ആക്കിയിട്ട്. അപ്പോൾ ഡേറ്റ് 13 അപ്ലോഡ് ചെയ്യേണ്ടത് ഞാൻ 14 ആക്കി വെച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഓർത്തു. കാരണം ഞാൻ ആകെ ഒരാഴ്ച ഒരു വീഡിയോ ഇട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് 2 ഇടുന്നതായിരുന്നു. അപ്പം മൺഡേ ഇട്ട് കഴിഞ്ഞെന്നാൽ ഞാൻ വിചാരിച്ചു തേഴ്സ്ഡേ ആണെന്ന് വിചാരിച്ച് നടന്നില്ല. അപ്പോൾ ഫ്രൈഡേ ഇട്ടേ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു 10 മണിക്കാണ് ഞാൻ ടൈം വെച്ചത് കേട്ടോ. അപ്പം 10 മണിക്ക് നോക്കിപ്പോണ്ട് അപ്ലോഡ് ആയിട്ടില്ല. ഇതെന്ത് പറ്റി നോക്കിപ്പോണ്ട് ഇന്നത്തെ ഡേറ്റ്. പിന്നെ എന്താണല്ലോ ശരി 10 മണിക്ക് വെച്ചു. പക്ഷേ എന്താണെന്നറിയാം, ഒരു വ്യൂസും വന്നില്ല. എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷനൊക്കെ ആർക്കും പോയിട്ടുണ്ടാവില്ലോ, എന്താണെന്ന് അറിയില്ല. ലേറ്റ് ആയതുകൊണ്ടായിരിക്കും അല്ലേ. സാരമില്ല, പോട്ടെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ കടലേക്കൊന്ന് ഇറങ്ങുവാണ് കേട്ടോ. ചീര വാങ്ങണമെന്ന് കുറച്ചും കൂടെ ഒഴിക്കുക അല്ലെങ്കിൽ ഇത്ര മതി. ഇത് കണ്ടോ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ടേ. ഇത് കണ്ടോ നല്ല കളർഫുള്ളായിട്ടില്ലേ. ഇത് കണ്ടോ. നമുക്കിവനെ പീസായിട്ട് എടുക്കാം. ഇത് കണ്ടോ. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ നെയ്യ് കഴിക്കുമ്പോൾ എന്താണെന്നറിയോ ഒരു ഗുണം, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ ബാത്റൂമിൽ പോകും കേട്ടോ. ഇത് കണ്ടോ, ഏത്തപ്പഴം മുട്ടയും സമ്പൂർണ്ണ ആഹാരം ആകണമെങ്കിൽ പാലില്ല. പാല് ഞാനങ്ങനെ കുടിക്കാറില്ല, വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ. അപ്പം നമ്മുടെ ഏത്തപ്പഴം മുട്ടയും കഴിക്കട്ടെ കേട്ടോ. വെയിറ്റിംഗ് ഫോർ യു. ഇത് മുന്നൂട്ടാ വീഡിയോ ഒന്ന് ചമ്മനെ. അയ്യോ ജം ഇങ്ങടാ സ്നോന് മോന് കേട്ടില്ലേ. അത് ഗോൾഡൻ റിട്രീവറാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണേ. ഭയങ്കര സ്നേഹം. അവനെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഡെയിലി എനിക്ക് സംസാരിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പം ഞാൻ കടലൊക്കെ പോയിട്ട് വന്നതുകൊണ്ടോ ചീര വാങ്ങിച്ചതുകൊണ്ടോ. ഈ ചീര നിങ്ങൾക്കറിയാം. ഇതുകൊണ്ട് അടുത്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, പക്ഷെ നമ്മൾ കഴിക്കലെന്ന് തോന്നുന്നു അല്ലേ. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ചീര, വേലിച്ചീര, അങ്ങനെ കുറച്ച് ചീരകളുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് നിറയെ വെറൈറ്റി ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് നല്ലപോലെ അയൺ കണ്ടൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെന്നറിയും മുദ്ദയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം പരിപ്പ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഈ കറിയുടെ മീൻസ് ഞാൻ പറഞ്ഞില്ല ഒരു കറി ഉണ്ടാക്കുന്നു അതിൻ്റെ കൂടെ ഇടാനായിട്ട്. ഇത് കേട്ടോ. വിശക്കുന്നില്ല, എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ ലേറ്റായിട്ട് കഴിച്ചോളൂ. അപ്പം മാങ്ങപ്പഴം കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല മധുരമുണ്ട്. പേരറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒറിജിനലല്ലേ മരത്തേന്ന്. ഞാനിങ്ങനെ ഓർക്കുക ചെറുപ്പത്തിലൊക്കെ ഈ കാട്ടുമാങ്ങ ഇല്ലേ, കാട്ടുമാങ്ങാപ്പഴം, കുഞ്ഞ മാങ്ങ വലിയ മരമായിട്ട് കാട്ടി നിൽക്കുന്നത്. അയ്യോ എന്തൊരു പെറുക്കിയിട്ടുണ്ടോ, എന്നാ സ്മെല്ലല്ലേ. എന്നെ മൈലാപ്പൂന്ന് എന്താ പറയുന്നത് എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞു മാങ്ങകൾ എന്നാ രുചിയാണോ, എന്നാ മണമാണോ. അതിൻ്റെ അത്ര ഒരു 15 എത്ര എന്നെ പറയാനറിയില്ല. അത്രയും കിലോമീറ്ററോളം നല്ല സ്മെല്ലായിരിക്കും. ഇപ്പോൾ ഉണ്ടോ മാങ്ങയെന്നറിയില്ല.
അതും ഈ മാങ്ങ പെറുക്കാൻ പോകുന്ന അറിയാം, സ്കൂൾ വിട്ട് കഴിഞ്ഞ ഉടനെ ഒരു ചെറിയൊരു മഴ പെയ്യത്തില്ലേ, ആ മഴ പെയ്യുന്ന സമയത്തായിരിക്കും മാങ്ങയൊക്കെ ഇങ്ങനെ കാറ്റത്ത് വീഴുന്നത്. അയ്യോ അതെല്ലാം ഓർക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് മാങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മാവ്, അതിനകത്ത് ആ മാവിൻ്റെ പേരെന്താ, കിളിച്ചുണ്ടൻ മാവ്. അത് പിന്നെ പഴുത്താൽ കൊള്ളില്ല, പിക്കിൾ മാത്രം തന്നെ കൊള്ളുള്ളൂ. അപ്പം ഞങ്ങൾ എന്തറിയോ, അടുത്ത് അപ്പുറത്തൊരു വീടുണ്ട്, ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ പോയിട്ട്, അവരിപ്പം അല്ല കേട്ടോ വേറെ ആരോ, അവർ വീട്ടുകാരൊക്കെ ഞാൻ മറന്നുപോയി. അവിടെ നിന്ന് അവരോട് ചോദിച്ചിട്ട് മഴയത്ത് ഇങ്ങനെ മാങ്ങ ഇങ്ങനെ വീണോണ്ടിരിക്കും, പെറുക്കി 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 കൊണ്ടുപോയി. അയ്യോ എന്തിനാ കഴിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം. എന്നാലും സൗണ്ട് വരുന്നുണ്ടോ? അത് മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചതിൻ്റെ സൗണ്ടാട്ടോ, കാര്യമാക്കട്ടെ. ഇത് കണ്ടത് എന്താണെന്നറിയോ, ഞാൻ കടയിൽ ചെന്നപ്പോഴേ പോപ്കോൺ കണ്ടു. അപ്പം ഞാൻ ടി വിയിൽ എല്ലാവരും കുക്കറിലിട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കുന്ന കണ്ടിട്ടുണ്ടോ, കുക്കറിലിട്ടിട്ട് ഇങ്ങനെ പടപടാ പൊട്ടത്തില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊന്ന് പരീക്ഷിക്കാമെന്ന്. ശരിയാകുമോ ഇല്ലെന്ന് അറിയില്ല, കാരണം ഒരു പഴയ കുക്കറാണ് കേട്ടോ. അപ്പം പിന്നെ പുതിയ കുക്കർ ഇടാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ പഴയ കുക്കറാകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കട്ടെ. കുക്കർ ഇതാണ്. അപ്പം ഞാൻ ഇടട്ടെ കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് മൂടി വെക്കണം അല്ലേ, നോക്കട്ടെ. കുറച്ച് മതിയായിരിക്കും, ഒത്തിരി ആകുമല്ലോ ഇത്. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ടോ, ഞാൻ കുറച്ച് കൂടുതലിട്ട് കേട്ടോ, അതുകൊണ്ടാണ് അത് പൊട്ടി വരാത്തത്. കുറച്ച് മാത്രം, ഇത് കണ്ടോ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. ഫ്ലോപ്പായി. അപ്പോൾ എൻ്റെ ആദ്യ പരീക്ഷണം വിജയിച്ചില്ല. ഓയിൽ പോലെ ഇല്ലേ, അതെന്താണെന്നറിയോ, ഞാൻ ഓയിൽ മസാജ് ചെയ്തായിരുന്നു കേട്ടോ എൻ്റെ ഫേസിൽ. അത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ഒരു ബ്യൂട്ടി ടിപ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഖുശ്ബുവിൻ്റെ വൈറൽ വീഡിയോ എന്നും പറഞ്ഞ്. അതിങ്ങനെ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ഒരു കുറച്ച് വാമ്പാട്ടിൽ വാഷ് ചെയ്താൽ, പക്ഷെ അതങ്ങനെ ഉണ്ട് കേട്ടോ. അത് സാരമില്ല പോട്ടെ. അപ്പം എൻ്റെ പോപ്കോണ് ഫ്ലോപ്പായി. അതെന്തെന്നറിയോ, കുറേ തിക്കായിട്ട് ഞാൻ ഇട്ടു. എനിക്ക് തോന്നുന്നത് കുറച്ചിട്ടാൽ മതിയെന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങ് വേസ്റ്റ്, കുറച്ചേ വെന്തിട്ടുള്ളൂ, കുറച്ച് അങ്ങനെ ഉണ്ട്, അത് വേസ്റ്റായിപ്പോയി. സാരമില്ല. അപ്പം ഞാൻ എന്താ എന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാനൊരു വേറൊരു കറി വെക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോഴാണ് ഓർത്തരയോ ഇന്നലെ രാത്രി ആ കറിയാണല്ലോ വെച്ചതെന്ന്. അപ്പം ഞാൻ ഇത് സാമ്പാർ അങ്ങ് വെച്ചു. നാളെ ഇനി ഒരു ദിവസം ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ പോപ്കോണ് ഫ്ലോപ്പായി കേട്ടോ. എന്താണെന്നറിയോ, ഞാനിങ്ങനെ കുറേ അങ്ങ് ഇട്ട് കേട്ടോ, തിക്കായിട്ട്. അപ്പോൾ കുക്കറിലുണ്ടല്ലോ, അതിന് പൊട്ടി വരാനായിട്ട് സ്പേസ് ഇല്ലായിരുന്നു. അപ്പം ആ സ്പേസ് ഉള്ളതൊക്കെ ഇങ്ങനെ പൊട്ടി വന്നു, ബാക്കിയെല്ലാം കൂടെ അങ്ങനെ കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും എൻ്റെ കയ്യിൽ നടക്കില്ല അത്. അപ്പം ഞാൻ എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് പ്രാവിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അപ്പം നാളെ നെക്സ്റ്റ് ഡേയിൽ എന്തായാലും ഞാനത് ശരിയാക്കും. ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു തെറ്റ് പറ്റില്ലേ, പിന്നെ അല്ലേ നമ്മൾ പഠിക്കുന്നത്. ചിലപ്പോൾ ആകും, ചിലപ്പോൾ ആകിയല്ല. അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിച്ചത് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എൻ്റെ സാമ്പാറാണ് ഞാൻ വെച്ചത് കേട്ടോ. സാമ്പാർ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ കണ്ണിന് അടഞ്ഞു, എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. എന്തെന്നറിയോ, എനിക്കിവിടെ വേദന വന്നത് പല്ലുവേദനയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കിവിടെയാണ് വേദന വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പല്ലുവേദന എന്ന് പറയുമ്പോൾ ഇവിടെ പല്ലിൻ്റെ ഇവിടെയാണല്ലോ വരുന്നത്. അപ്പം നമുക്ക് ഡെന്റിസ്റ്റുമായിട്ടൊരു കണക്ഷനും ഇല്ല. അപ്പം പല്ലിന് ഇവിടെ വേദന വരുമ്പോൾ നമുക്ക് ബ്രെയിനും ഒക്കെ വേനും എല്ലാം കൂടെ ഒരു മീൻസ് കണക്റ്റഡ് ആണ്. എന്നാൽ ഇവിടെ എങ്ങനെ വന്നു, എനിക്ക് ഇടയ്ക്ക് പണ്ടൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഹെഡേക്ക് വരുമായിരുന്നു. ഈ കുറേ വെയിലത്ത് നിൽക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്. പിന്നെ വിശക്കുമ്പോൾ ഹെഡേക്ക് വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വരുമോ? എനിക്കുണ്ടല്ലോ, വിശക്കുമ്പോൾ വയറ്റിലിങ്ങനെ അയ്യോ എനിക്ക് വിശക്കെന്ന് പറയാൻ അറിയില്ല, എനിക്കിങ്ങനെ ടയേർഡായി പോവും. പിന്നെ കണ്ണൊക്കെ അങ്ങോട്ട് കുഴിഞ്ഞ പോലെ ആയിപ്പോവും. പിന്നെ ഒരു തലവേദന വരും. ഇതാണ് എൻ്റെ സിംറ്റംസ് വിശക്കുന്നതിൻ്റെ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വല്ല ആയിരിക്കും എന്ന് ഓർത്തു. അതാണ് ഞാൻ രാവിലെ അങ്ങനെ പറഞ്ഞേ. പിന്നെ ഞാൻ ഈ ഇത് നമ്മുടെ ടൂത്തേക്കിൻ്റെ ഒരു ഗുളിക കഴിച്ചു കേട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വേദന പോയി. അപ്പം എനിക്ക് പിടികിട്ടി, അപ്പം ഇതിൻ്റെ ആയിരുന്നു എന്ന്. അപ്പം സമയമില്ലാത്തതുകൊണ്ടല്ലേ. ഈ ടൂത്തേക്കും ഇയർ പെയിനൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, അന്നൊരു ദിവസം ഞാൻ ഹോസ്റ്റലുള്ള കുട്ടികൾക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾ കണ്ടായിരുന്നല്ലോ, കുഷ്കയും പിന്നെ ചിക്കൻ ലിവറൊക്കെ കൂടി ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ അവരും ഇങ്ങനെ വീട്ടിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു ദിവസം മിനിഞ്ഞാന്ന്, അത് ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ പറഞ്ഞില്ലല്ലേ. അപ്പം അതും കുറേ ബിരിയാണി, അത് ബിരിയാണിയായിരുന്നു കേട്ടോ. എന്നാ പറയുക, ആ ബിരിയാണിക്ക് പറയുന്നതാണ്
ഇത് ദൊണ്ണ ബിരിയാണി എന്നാണ് പറയുക, ഗ്രീൻ കളറ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ആ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തേ. ബിരിയാണി ഉണ്ടാക്കി, ബിരിയാണിയും പിന്നെ നമ്മുടെ കേട്, കുറച്ച് ടൊമാറ്റോയും മല്ലിയിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുത്തു. ഇത് കണ്ടോ, സാമ്പാർ ഒന്നുമില്ല, മുരിങ്ങക്കോലും തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങും ഉണ്ട്, അത് ഇട്ടിട്ടാണ് ഞാൻ വെച്ചത്. ഈ സാമ്പാർ പൗഡർ ഉണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ പൊടിക്കുന്നതാണ്, കാരണം ഇവരാരും കടയിൽ നിന്ന് വാങ്ങില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടി ഇട്ട് സാമ്പാർ കഴിക്കില്ല. അപ്പോൾ ഇതുണ്ടോ, കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട്, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. അപ്പം ഞാൻ ചൂടുവെള്ളം വെച്ചിരിക്കുക കേട്ടോ. ഞാൻ ആദ്യം ചീരക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ല, ചീരയിട്ട് പരിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് പറ്റിയില്ല, കാരണം ഇന്നലെ ഞാൻ അതേ കറിയാണ് ഉണ്ടാക്കിയത്. കണ്ടോ, എൻ്റെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കർണാടക സ്റ്റൈലാണ് കേട്ടോ. ഇതുണ്ട്, ലാസ്റ്റ് ഞാൻ ജീരകവും വെളുത്തുള്ളി കരിവേപ്പില കുറച്ച് ഉള്ളിയും കൂടെ വഴറ്റിയിട്ട് ഞാൻ ഒഴിച്ചതാണ് കേട്ടോ. നല്ലതല്ലേ? കാരണം ഇതെന്താ, വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൗഡർ ആയതുകൊണ്ട് കെമിക്കലൊന്നുമില്ല കേട്ടോ. എല്ലാവരും അങ്ങനെ പണ്ട് മുതലേ അങ്ങനെയാണ്, അവർ വീട്ടിലിങ്ങനെ പൊടിച്ച് വെക്കും, ഒരു വലിയൊരു ഡബ്ബയിൽ ഇങ്ങനെ പൊടിച്ച് വെക്കും. അപ്പം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തു വിടും കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ ഉണക്കാനൊന്നും പറ്റില്ലല്ലോ, ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട്. അപ്പം നല്ല രുചിയാണ് ഇത്. നമ്മൾ മുദ്രയുടെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല. പിന്നെ നമ്മളെപ്പോലെ ഇവരുണ്ടല്ലോ, മാങ്ങ വെച്ചിട്ടും പിന്നെ നമുക്ക് മുരിങ്ങക്കോലും മാങ്ങയും പിന്നെ വഴുതനങ്ങയാണ് കേട്ടോ, എല്ലാം കൂടെ കൂടിയിട്ടിട്ട് അവർ സാമ്പാർ വെക്കും, മാങ്ങ ഇട്ടിട്ട്.